ഇവർ വിവാദരായൽ സീരിയലിന്റെ പുതിയ ഭാഗത്തില് ഭവാനിയും കമാലും കൂടെ സംസാരിക്കുകയാണ്. ഭവാനി കമാലിനോട് താങ്ക്സ് പറയും. ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കമാല് പറയും, എന്നെ തെറ്റിദ്ധരിച്ചവർക്കെല്ലാം അത് മാറ്റാൻ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നിരുന്നുള്ളൂ. മാഡത്തിന്റെ കാര്യത്തിൽ ഒരു തവണ കൂടെ അത് സംഭവിച്ചു, അത്രമാത്രം. പിന്നെ അത് ഇന്ന് ചെയ്യാൻ പറ്റുന്നേ ഞാൻ വിചാരിച്ചതല്ല. ദൈവം അയച്ച എന്റെ രൂപത്തിലുള്ള കാലൻ അച്യുതനെ ഇന്ന് കൊന്നു. ഒരു മൂളൽ പോലും പുറത്തു വരാതെ ഒരാളെ കൊല്ലാൻ എവിടെ എങ്ങനെ കത്തിയിറക്കണമെന്ന് ഈ കടാര കമാലിനറിയാം. 2 മിനിറ്റിൽ അച്യുതന്റെ ആയുസ് ഞാനിങ് എടുത്തു. ഭവാനി പറയും, അയാൾ മരിച്ചതുകൊണ്ട് ആ രഹസ്യം ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല. മരിക്കുന്നതിന് മുമ്പേ ആ രഹസ്യം അയാൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടാകാം. ഭൂമിയും കൂടെ തീരണമായിരുന്നോ? കമാൽ പറയും, അറിയാം, ഇന്നത് അസാധ്യമായിരുന്നു. പക്ഷെ മാഡം ടെൻഷൻ ആവണ്ട, അവളെയും ഞാൻ തീർക്കും 2 മിനിറ്റിൽ. ഭവാനി പറയും, ഉടനെ വേണ്ട, ഞാൻ പറയാം. സ്ഥിതി വിവരങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ അറിഞ്ഞിട്ടു മതി ബാക്കി കാര്യങ്ങൾ. എന്തായാലും താനിവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് നനഞ്ഞു നിന്ന ഭൂമിയെ സത്യദാസെ തലയൊക്കെ തുടച്ചു കൊടുക്കാണ്. ഈ ഭവാനി നേരെ ഇങ്ങോട്ടാട്ടോ വന്നത്. ഈ കാഴ്ച കാണുമ്പോ ഞെട്ടിപ്പോകും. ഇയാൾ അറിഞ്ഞു കാണോ ഇയാളുടെ മകളാണെന്ന്? അതിന് സാധ്യതയില്ല. ഇതെന്താ അച്ഛനും മകളും ഒന്നാവാൻ പോവാണോ? ഇതേ സമയം സത്യദാസ് പറയും, മോളെ, വിധി എന്ന് പറയാൻ എനിക്കാവുന്നില്ല. മോളുടെ അച്ഛൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. മോളുടെ ജീവിതയാത്ര ഇവിടം കൊണ്ട് കഴിയുന്നില്ല. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്തതായിരിക്കില്ല. അമ്മയോ എന്നും എന്റെ അച്ഛനെ മനസ്സിൽ പൂവിട്ട് പൂജിക്കുന്ന ആളാ എന്റെ അമ്മ. സത്യദാസ് പറയും, സത്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മോൾക്കിപ്പോ വേണ്ടത് കരുത്താണ്. എന്റെ മോൾക്ക് അതിന് കഴിയും. ഭവാനി വിചാരിക്കും ഈ ബന്ധം ഇങ്ങനെ തുടരാൻ പാടില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ കമാലിന്റെ അടുത്തേക്ക് ചെല്ലാണ്. താൻ ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോ. ശരി മാഡം എന്ന് പറഞ്ഞ് കമൽ അപ്പൊ തന്നെ അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ മനസ്സ് മരവിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ് അംബിക. അങ്ങോട്ടേക്ക് അജയ് വന്നിരിക്കും അടുത്ത്. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് അജയ് ചോദിക്കും, ഈ സമയത്ത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ അത് ചെയ്തേ കഴിയൂ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അച്യുതനെ കൊല ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണ്? അംബികയ്ക്കും, സാർ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അച്യുതനെ കൊന്നെന്നോ? ഞാൻ എന്റെ അച്യുതനെ കൊല്ലോ സാറേ? എന്നെ ഇത്രയും കാലം ജീവനെ പോലെ കൊണ്ടു നടന്നതാ ആ മനുഷ്യനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷ വേറെ എന്താ സാറേ? അജയ്ക്കും, പിന്നെ ആരാണേ? നിങ്ങളാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന തെളിവുകളാണ് അടച്ചിട്ട മുറിയിലെ നിങ്ങൾ രണ്ടുപേരും മാത്രം. അംബിക പറയും, അല്ല അല്ല സാറേ, ഒരാളും കൂടെ ഉണ്ടായിരുന്നോ? അജയ് ഞെട്ടും, ഒരാളും കൂടിയോ? ആ, അയാളാ. അയാൾ എന്റെ അച്ചേട്ടനെ കൊന്ന്. ഞാനും അച്ചേട്ടനും മോളെ കാണിക്കാൻ ഒരു നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നു, അതുകൊണ്ട് വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അജയ് പറയും, ഡോറ് ഞങ്ങള് തട്ടി തുറന്നു കഴിഞ്ഞപ്പോ അംബിക കത്തി വലിച്ചൂരുന്നതാ കണ്ടത്. അംബിക പറയും, അതിനു മുന്നേ അയാൾ എന്റെ അച്ചേട്ടനെ കൊന്നു. അജയ് പറയും, ഇത് വിശ്വസനീയമല്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അച്ചേട്ടനെ കൊന്നു എന്നാണ് സാറ് പറയുന്നത്? അജയ് പറയും, തെളിവുകൾ അങ്ങനെയാണ്. അംബിക പറയും, ഞാൻ കുറ്റം സമ്മതിച്ച സാറിന്റെ പണി എളുപ്പാവും അല്ലേ? ഞാൻ അതും സമ്മതിക്കാം സാറേ. ഞാനാ എന്റെ അച്ചേട്ടനെ കൊന്നത്. എന്തിനാന്നറിയണ്ടേ? ആ മനുഷ്യനൊരു വൃത്തികെട്ടവനായിരുന്നു. ആ മനുഷ്യന് വേറെ പെണ്ണുണ്ടായിരുന്നു എന്ന് പറയണോ? അതെ, അയാൾക്ക് വേറെ ഭാര്യ ഉണ്ടായിരുന്നു. എന്നെ ചതിച്ചു, അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ കുത്തിക്കൊന്നു. മതിയോ? എന്റെ അച്ചേട്ടനെ ഞാനാ കൊന്ന് എന്നിങ്ങനെ ഭ്രാന്തമായി പറയണേ. അപ്പോഴേക്കും അനിത പോലീസ് വന്നിട്ട് ഇരിക്കൂന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് വെള്ളം കൊടുക്കും. തെറ്റേറ്റു പറഞ്ഞ്, എനിക്ക് വേഗം മരിച്ചാൽ മതി സാറേ. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് വേഗം എത്താലോ. പക്ഷേ അങ്ങനെ ഞാൻ പോയാ എന്റെ പൊന്നുമോൾ ഇവിടെ ഒറ്റയ്ക്കായി പോവും. എനിക്ക് ജീവിക്കണം സാറേ, എന്റെ മോള് എന്ന് പറഞ്ഞ് അംബിക അവിടെ കിടന്ന് കരയാ. അജയ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് പതിയെ എണീറ്റിട്ട് അംബികയുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ ചോദിക്കുന്നതിന് ശാന്തമായി ഉത്തരം പറഞ്ഞാൽ മതി. റെസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞോളൂ. അംബിക പറയും, വേണ്ട സാറേ, ആ മുറിയിൽ ഒരു അജ്ഞാതൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അയാളെ ഇനിയും കണ്ടാ തിരിച്ചറിയും. അംബിക പറയും, ഇല്ല, ഞാൻ അയാളുടെ മുഖം കണ്ടില്ല. അയാൾ മുഖം മറച്ചിരുന്നു. കയ്യില് ഉറകളുണ്ടായിരുന്നു. ആ കണ്ണുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അച്ചേട്ടനെ ഞാൻ കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ പോകുന്ന നേരത്ത് എന്റെ കയ്യിൽ നിന്ന് അയാള് കത്തി പിടിച്ച് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ പറയണേ. അതായത് അംബികയുടെ ബോധം പോയത് വരെ. പിന്നെ ബോധം വന്ന് ഞാൻ എണീറ്റപ്പോ എന്ന് പറഞ്ഞ ആ കത്തി ഊരുമ്പോ അജയൊക്കെ കയറി വന്ന ആ സംഭവങ്ങൾ പറയാം. ആ കത്തി ഊരി കഴിഞ്ഞാൽ പോലീസ് കേസ് ആവുന്നോ എങ്ങനെയാവുന്നോ? അപ്പൊ ചിന്തിക്കില്ലല്ലോ സാറേ. അജയ് പറയും, എല്ലാ കേസിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത്. എല്ലാ തെളിവും പരിശോധിക്കണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അംബിക പറയും, എന്റെ അച്ചേട്ടനെ കൊണ്ടുപോയി വെട്ടിമുറിക്കല്ലേ, അതിനുള്ള പാപമൊന്നും ആ പാവം ചെയ്തിട്ടില്ല സാറേ. അജയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ വനിതാ കോൺസ്റ്റബിളിനോട് അവരെ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ അംബികനെ അവരെ അവിടെ നിന്ന് മാറ്റുക. അംബിക ഒന്ന് നിന്നിട്ട് പറയും, എന്ത് വിധിയായാലും ഞാൻ സ്വീകരിച്ചോളാം, പക്ഷേ എന്റെ മോളുടെ കാര്യം അവള് ജീവിച്ചോളും. എത്ര കാലായി അവൾ ഈ ഭാരം ചുമക്കുന്ന? എല്ലാത്തിനെയും എന്റെ മോൾ അത് ജീവിക്കും. അവൾ ഭൂമിയാണ്, ഭൂമി എന്ന് പറഞ്ഞാണ് അംബിക അവിടുന്ന് പോകുന്നത്. അജയ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. സത്യദാസും എന്തൊക്കെയോ ആലോചനയിലാട്ടോ അവിടെ ഭൂമിയുടെ വീട്ടിലിരിക്കുന്നത്. ഭൂമി അകത്തുണ്ട്. ലക്ഷ്മിയേച്ചി വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിലും വേണ്ടാന്ന് പറയണേ, കുടിക്കുന്നില്ല. അവിടെ പുറത്താണെങ്കിൽ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, അംബികാമ്മ. അപ്പൊ മറ്റയാൾ പറയും, ഒരിക്കലും ഇല്ല. അച്ചേട്ടന്റെ ഘാതകൻ ആരാ? ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. അങ്ങനെ ചിന്തിച്ചാലോ?
അത് നല്ലൊരു തോട്ടല്ലേ. ഈ സമയം സത്യദാസ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഒരു കോള് വരികയാണ്. ഹലോ, വരാം ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. എന്നിട്ട് അവിടെ ഇരുന്ന ആൾക്കാരോട് പറയും, നിങ്ങളിവിടെ ഉണ്ടാവില്ലേ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. ആ ഓക്കെ സാർ, പോയിട്ട് വരൂ, ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ സത്യദാസ് അവിടെ നിന്ന് പോവാ. രണ്ടടി നടക്കുമ്പോൾ തന്നെ അവർ ചോദിക്കും, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. സാർ ഭൂമിയുടെ അടുത്ത് ഒത്തിരി സ്നേഹത്തോടെ ആശ്വാസമായി നിൽക്കുന്നു. സത്യദാസ് പറയും, ഞാൻ ആരാണെന്നല്ലേ, ഭൂമി എനിക്ക് മോള. ഇതേ സമയം ഭൂമിയുടെ അടുത്ത് ലക്ഷ്മി ചേച്ചി വെള്ളം കുടിക്കാൻ പറയും. ഇത്തിരി ജീവൻ നിൽക്കണ്ടേ. എന്തിനാ ചേച്ചി ജീവൻ? അപ്പൊ ലക്ഷ്മി ചേച്ചി പറയും, നമുക്ക് അമ്മയെ കൊണ്ടുവരണ്ടേ, എനിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും സത്യദാസ് അങ്ങോട്ട് വരുമ്പോൾ ലക്ഷ്മിച്ചി പറയും, വെള്ളം പോലും കുടിക്കുന്നില്ല സർ. അപ്പൊ സത്യദാസ് അടുത്തിരുന്നിട്ട് നിർബന്ധിക്കാട്ടോ. അപ്പോഴാണ് ഭൂമി വെള്ളം കുടിക്കുന്നത്. ഒരു തുള്ളിയെ കുടിക്കുന്നുള്ളൂ, തിരിച്ചു കൊടുക്കും. അപ്പൊ സത്യദാസ് പറയും, ഞാനിന്ന് പോവാ, ബോഡി നാളെ കിട്ടൂ, ഞാൻ മോണിറ്റർ ചെയ്തോളാം. ഭൂമിക്കും അമ്മ, മോൾക്കറിയാലോ പോലീസിന്റെ നിയമ നടപടികൾ, അമ്മയെ നമ്മൾ രക്ഷപ്പെടുത്തും. നല്ല മോളാ നീ, ആത്മധൈര്യം കൈവിടരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യദാസ് അവിടുന്ന് പോകും. ഭൂമി അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടത്തിൽ കയറി കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഞ്ജന ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഭവാനി വന്ന ഫോൺ തട്ടി വാങ്ങിക്കും. ഏത് ലോകത്താ നീ, എപ്പോ നോക്കിയാലും ഗെയിം. നീ വല്ല വിവരം അറിഞ്ഞോ? എന്ത് വിവരം? ആ അച്യുതൻ മരിച്ചു. ഏത് അച്യുതൻ? ഭൂമിയുടെ അച്ഛൻ. കഷ്ടായിപ്പോയി. ഭവാനി പറയും, എന്നാ നീ വീട്ടിൽ പോയി അവളെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. മാറ്റർ പറ അമ്മേ, അച്യുതൻ മരിച്ചു. ദെൻ ആ ഭവാനി പറയും, അതൊരു കൊലപാതക. ആര് വന്നു? അവളുടെ അമ്മ. അഞ്ജന പറയും, അതിലൊരു ലോജിക്കില്ലല്ലോ, അതിന്റെ പിന്നിലെ മറ്റാരെങ്കിലും ഉണ്ടാവില്ലേ? അമ്മയാണോ? ഭവാനി അറിയന്തേ, ഇങ്ങനെ തമാശയ്ക്ക് പോലും പറയരുത്, ഇതൊരു പോലീസിന്റെ വീടാ. മാത്രമല്ല ഭൂമിയുടെ ഇഷ്ടക്കാരനും നിന്റെ അജയുടെയും വിവാഹം തടയാൻ ആര് വന്നു? ചിലപ്പോൾ ഞാൻ കൊന്നൊക്കെ വരും. എന്റെ ലക്ഷ്യം അതുമാത്രാ, നിന്റെ വിവാഹം, ഈ കൊട്ടാരത്തിന്റെ റാണിപ്പട്ടം. അതിനിവിടുത്തെ യുവരാജാവ് തന്നെ നിന്നെ കെട്ടണം. ഭൂമിയുടെ അച്ഛൻ മരിച്ചതിലും അവളുടെ അമ്മയെ പോലീസ് കൊണ്ടുപോയതിലും ഞാൻ ഹാപ്പിയാ. എന്താന്നല്ലേ, ഭൂമി അനാഥയായി. ഇനി ഒരിക്കലും അജയ് അവളെ ചുറ്റിപ്പറ്റത്തില്ല. അജയ് അവളുടെ ശത്രുവും അവളുടെ അമ്മയ്ക്ക് കൊലപാതക കുറ്റം ചാർത്തിയതിന്. അഞ്ജന പറയും, രാക്ഷസി, അമ്മയുടെ ഇന്റലിജൻസ് എന്താ എനിക്ക് കിട്ടാഞ്ഞത്? അത് നീ കഴുതിയതുകൊണ്ട്. അച്യുതന്റെ മരണം കൊണ്ട് ഭൂമിക്കൊരു നേട്ടം കിട്ടി. നിന്റെ വല്യച്ഛൻ സത്യദാസ്, നിന്റെ വല്യച്ഛനും ഭൂമിയും തമ്മിൽ വലിയ കണക്ഷനാ. അയാൾ അവളുടെ വീട്ടിലുണ്ട്, അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഞാൻ കണ്ടു അവളെ ആശ്വസിപ്പിക്കുന്നതും മടിയിൽ കിടത്തുന്നതും. ഒരച്ഛനും മകളും ബന്ധം. അഞ്ജന പറയും, അത് തകർക്കണം. നിനക്ക് അച്ഛനില്ലാത്തതാ, അതിന് നീ വിചാരിക്കണം. എനിക്ക് വല്യച്ഛനല്ലേ ഉള്ളൂ, വല്യച്ഛനാണ് എന്റെ അച്ഛൻ. ഇങ്ങനത്തെ ഡയലോഗൊക്കെ തട്ടിവിടണം. നീ പറയുന്നതിനപ്പുറം വല്യച്ഛൻ ചലിക്കരുത്. അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്യ്. ആ ഗെയിമിൽ നീ ജയിക്കണം. എന്നിട്ട് വല്യച്ഛനെ പരാജയപ്പെടുത്തണം. ഈ സിംഹാസനത്തിൽ കയറി എന്നെ നോക്കിയിരിക്കേ നാ എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്ത് ഞാൻ പറഞ്ഞ ഗെയിം ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി അവിടുന്ന് പോവാം. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്